وقولهم إنا قتلنا المسيح عيسى ابن مريم رسول الله وما قتلوه وما صلبوه ولكن شبه لهم وإن الذين اختلفوا فيه لفي شك منه ما لهم به من علم إلا اتباع الظن وما قتلوه يقينا. അവർ ഊറ്റം കൊണ്ടു, മസീഹ് ഈസ ഇബ്നു മറിയമിനെ, ദൈവദൂതനെ ഞങ്ങൾ വധിച്ചു കളഞ്ഞിരിക്കുന്നു. സത്യത്തിലോ അവരദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല. പിന്നെയോ സംഭവം അവർക്ക് അവ്യക്തമാവുകയത്രേ ഉണ്ടായത്. അദ്ദേഹത്തെക്കുറിച്ച് ഭിന്നാഭിപ്രായമുള്ളവരും സന്ദേഹത്തിൽ തന്നെയാകുന്നു. അവരുടെ പക്കൽ ആ സംഭവത്തെക്കുറിച്ച് കേവലം ഊഹത്തെ പിന്തുടരുന്നതല്ലാതെ ഒരറിവുമില്ല. അവർ മസീഹിനെ ഉറപ്പായും വധിച്ചിട്ടില്ല. അവരുടെ ധിക്കാരത്തിന്റെ പാരമ്യം നോക്കുക. മസീഹ് ദൈവദൂതനാണെന്ന് അവർക്കറിയാമായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തെ കൊല ചെയ്യാൻ ഒരുങ്ങുകയും ഞങ്ങൾ ദൈവദൂതനെ വധിച്ചുകളഞ്ഞു എന്ന് സാഭിമാനം ഘോഷിക്കുകയും ചെയ്യുന്നു. യഹൂദികൾക്ക് മസീഹിന്റെ പ്രവാചകത്വത്തിൽ ഒരു സന്ദേഹത്തിനും ഇടയുണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം ശിശുവായിരിക്കെ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച സംഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട്. കൂടാതെ ഈസാ നബിയിലൂടെ അള്ളാഹു വെളിപ്പെടുത്തിയ നിരവധി അത്ഭുതങ്ങളും അമാനുഷിക സംഭവങ്ങളും ആലു ഇമ്രാൻ 49 സൂക്തത്തിൽ വിവരിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പ്രവാചകത്വത്തെ അസന്നിഗ്ധമായി തെളിയിച്ചിട്ടുമുണ്ട്. ആകയാൽ ഈസാ നബിയോട് യഹൂദികൾ അനുവർത്തിച്ച നയം ഒരു തെറ്റിദ്ധാരണയുടെയും അടിസ്ഥാനത്തിലുള്ളതല്ല. ദൈവത്തിന്റെ സത്യദൂതനെന്ന് നല്ലപോലെ അറിഞ്ഞുകൊണ്ടു തന്നെയായിരുന്നു അദ്ദേഹത്തെ അവർ വധിക്കാൻ തുനിഞ്ഞത്. ഒരു സമുദായം അവരിൽ ദൈവദൂതനായി വന്ന മഹാത്മാവിനെ ദൈവദൂതനെന്നറിഞ്ഞുകൊണ്ടു തന്നെ വധിക്കാൻ തുനിഞ്ഞത് പ്രത്യക്ഷത്തിൽ വളരെ ആശ്ചര്യകരമായി തോന്നാം. എന്നാൽ വ്യതിചലിച്ച സമുദായങ്ങളുടെ പാരമ്പര്യങ്ങളും സമ്പ്രദായങ്ങളും എത്രയും വിചിത്രമായിരിക്കുന്നു. തങ്ങൾ നിർബാധം ചെയ്തു വന്നിരുന്ന തിന്മകളെയും ദുഷ്ചേതികളെയും അധിക്ഷേപിക്കുകയും തടയുകയും ചെയ്യുന്ന വ്യക്തി ആരായാലും ശരി, അയാളെ പൊറുപ്പിക്കാൻ അവർ സന്നദ്ധരാവുകയില്ല. അദ്ദേഹം പ്രവാചകൻ തന്നെ ആയിക്കൊള്ളട്ടെ. അത്തരം വ്യക്തികൾക്ക് ദുഷ്ടജനം തുറുങ്കും തൂക്കുമരവുമാണ് എന്നും സമ്മാനിച്ചിട്ടുള്ളത്. തൽമൂദിൽ പറയുന്നു, നെബൂഖദ്നേസർ ബൈത്തുൽ മഖ്ദിസ് കീഴടക്കിയപ്പോൾ അവിടെയുള്ള ശലമോൻ ദേവാലയത്തിൽ നടന്നു നോക്കി. അദ്ദേഹം യാഗസ്ഥലത്തിന്റെ മുമ്പിലുള്ള ചുമരിന്മേൽ ഒരസ്ത്രചിഹ്നം കാണുകയുണ്ടായി. ഇതെന്താണ്? അദ്ദേഹം യഹൂദരോട് ചോദിച്ചു. ഇവിടെ വെച്ചാണ് സെക്കരിയാവ് എന്ന പ്രവാചകനെ ഞങ്ങൾ വധിച്ചത്. അദ്ദേഹം ഞങ്ങളുടെ ദുർനടത്തങ്ങളെ അധിക്ഷേപിച്ചിരുന്നു. ആ അധിക്ഷേപങ്ങൾ ഞങ്ങൾക്ക് അസഹ്യമായി തീർന്നപ്പോൾ ഞങ്ങൾ അദ്ദേഹത്തെ വധിച്ചു കളഞ്ഞു. ബൈബിളിൽ യിരെമ്യാ പ്രവാചകനെ സംബന്ധിച്ചു വന്ന കഥ കേൾക്കുക. അദ്ദേഹം ഇസ്രായേല്യരുടെ അതിര് കവിഞ്ഞ ദുഷ്ചേതികളെക്കുറിച്ച് താക്കീത് ചെയ്തുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ ഈ ദുഷ്കർമ്മങ്ങളിൽ നിന്ന് പിന്തിരിയാത്ത പക്ഷം ഇതര ജാതിക്കാരാൽ നശിപ്പിക്കപ്പെടും. ഇത് കാരണം ഇവൻ കൽദായരോട് ചേർന്നവൻ, സമുദായ വഞ്ചകൻ എന്നും മറ്റുമുള്ള കുറ്റങ്ങൾ ആരോപിച്ച് അദ്ദേഹത്തെ തുറുങ്കിൽ വെച്ചു. മസീഹിന്റെ കുരിശു സംഭവത്തിന് 2.5 വർഷം മുമ്പ് യഹിയാ പ്രവാചകനോട് ജൂതന്മാർ കാണിച്ച കടുംകൈ നോക്കുക. യഹൂദികൾക്കിടയിൽ ഒരു പ്രവാചകനായി അല്ലെങ്കിൽ ഒരു പുണ്യവാളനായെങ്കിലും അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു യോഹന്നാൻ. യഹൂദ്യ രാജാവായ ഹെരോദോവിന്റെ കൊട്ടാരത്തിൽ നടമാടുന്ന ദുർപ്രവൃത്തികളെ അദ്ദേഹം വിമർശിച്ചു. അതിനാൽ അദ്ദേഹത്തെ ഹെരോദോവ് ആദ്യം തുറുങ്കിലാക്കുകയും പിന്നീട് തന്റെ കാമുകിയുടെ ആവശ്യമനുസരിച്ച് കഴുത്തറുക്കുകയും ചെയ്തു. യഹൂദികളുടെ ഈ ചരിത്രം കാണുമ്പോൾ യേശുക്രിസ്തുവിനെ കുരിശിലേറ്റിയെന്ന് തെറ്റിദ്ധരിച്ച ശേഷം ദൈവദൂതനെ ഞങ്ങൾ വധിച്ചു എന്ന് അവർ കൊട്ടിഘോഷിക്കുന്നതിൽ ഒരാശ്ചര്യവും തോന്നാനില്ല. കുരിശു സംഭവത്തിന് മുമ്പായി തന്നെ മസീഹ് അള്ളാഹുവിങ്കലേക്ക് ഉയർത്തപ്പെട്ടിരുന്നു. അവരദ്ദേഹത്തെ വധിച്ചിട്ടില്ല, ക്രൂശിച്ചിട്ടുമില്ല എന്ന വാക്യത്തിന്റെ ധ്വനി ഇതാണ്. മസീഹ് ക്രൂശിക്കപ്പെട്ടുവെന്ന ജൂതന്മാരുടെയും ക്രിസ്ത്യാനികളുടെയും വിശ്വാസം വെറും തെറ്റിദ്ധാരണയിൽ നിന്നുണ്ടായതാണ്. ഖുർആന്റെയും ബൈബിളിന്റെയും പ്രസ്താവനകൾ താരതമ്യ പഠനം നടത്തുന്ന ഒരാൾക്ക് ഇതുമാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. പിലാത്തോസി എന്ന റോമൻ ഗവർണറുടെ കോടതിയിൽ കൊണ്ടുവരപ്പെട്ടത് സാക്ഷാൽ മസീഹ് തന്നെയായിരിക്കണം. അദ്ദേഹത്തെ മരണശിക്ഷയ്ക്ക് വിധിക്കുകയാണുണ്ടായത്. യഹൂദന്മാർ മസീഹിനെപ്പോലൊരു പരിശുദ്ധാത്മാവിന്റെ ജീവനേക്കാൾ ഒരു കൊള്ളക്കാരന്റെ ജീവന് വില കൽപ്പിച്ചു. അങ്ങനെ തങ്ങളുടെ സത്യവിരോധവും അസത്യപ്രേമവും ഒന്നുകൂടി വെളിപ്പെടുത്തി. അപ്പോൾ അള്ളാഹു അദ്ദേഹത്തെ ഉയർത്തി. യഹൂദികൾ ക്രൂശിച്ചത് മസീഹിന്റെ പരിശുദ്ധ ദേഹത്തെയായിരുന്നില്ല,
മറ്റേതോ ഒരുത്തനെയായിരുന്നു. അയാൾ യേശുവാണെന്ന് ജനങ്ങൾ ധരിച്ചു. പക്ഷേ അതുകൊണ്ട് ആ ജനതയുടെ കുറ്റത്തിന് ഒരു കുറവും വരുന്നില്ല. എന്തെന്നാൽ അവർ മുൾക്കിരീടം ധരിപ്പിച്ചതും മുഖത്ത് തുപ്പിയതും അപമാനിതനാക്കി കുരിശിലേറ്റിയതുമൊക്കെ അയാൾ മറിയമിന്റെ പുത്രനായ സാക്ഷാൽ യേശുവാണെന്ന ധാരണയിലാണല്ലോ. യഹൂദികൾക്ക് വാസ്തവം തിരിച്ചറിയാൻ കഴിയാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് തീർത്തു പറയാൻ നമുക്കാവില്ല. ക്രൂശിച്ചത് യേശുവിനെയാണെന്ന് തോന്നിയതിന്റെ കാരണത്തെപ്പറ്റി വെറും ഭാവനയുടെയോ അനുമാനത്തിന്റെയോ അടിസ്ഥാനത്തിൽ വല്ലതും പറയുന്നതിനർത്ഥമില്ല. ഏതായാലും കുരിശു സംഭവത്തിന് മുമ്പായി തന്നെ യഹൂദരുടെ കയ്യിൽ നിന്ന് ഈസാ നബി രക്ഷപ്പെട്ടു കഴിഞ്ഞിരുന്നുവെന്നത് പരമാർത്ഥമാണ്. ഭിന്ന അഭിപ്രായക്കാർ എന്നതുകൊണ്ട് ക്രിസ്ത്യാനികളെയാണ് ഉദ്ദേശ്യം. ക്രൈസ്തവർക്കിടയിൽ കുരിശു സംഭവത്തെക്കുറിച്ചുള്ളത് ഏകകണ്ഠമായ അഭിപ്രായമല്ല. നിരവധി അഭിപ്രായഗതികളുണ്ട്. ചിലർ പറയുന്നു കുരിശിൽ തറച്ചത് മസീഹിനെയല്ല, മസീഹിനോട് രൂപസാമ്യമുള്ള മറ്റൊരാളെയാണ്. അയാളെ ജൂതന്മാരും റോമൻ പട്ടാളക്കാരും ക്രൂശിച്ചപമാനിക്കുമ്പോൾ യേശു ഒരിടത്തുനിന്ന് അവരുടെ വിഡ്ഢിത്തമോർത്ത് ചിരിക്കുമായിരുന്നു. മറ്റൊരു കൂട്ടർ പറയുന്നു കുരിശിലേറ്റിയത് മസീഹിനെ തന്നെയായിരുന്നു. പക്ഷേ അദ്ദേഹം കുരിശിൽ വെച്ച് മരിച്ചില്ല. കുരിശിൽ നിന്ന് ഇറക്കിയ ശേഷം അദ്ദേഹത്തിന് ജീവനുണ്ടായിരുന്നു. വേറൊരു പക്ഷം പറയുന്നത് ഇതാണ്: കുരിശിൽ വെച്ച് തന്നെ മരിച്ചു, പിന്നീട് ഉയിർത്തെഴുന്നേറ്റു. ഏതാണ്ട് 10 പ്രാവശ്യമെങ്കിലും ശിഷ്യന്മാരുമായി സന്ധിക്കുകയും സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പക്ഷം കുരിശിൽ വെച്ച് മൃതിയടഞ്ഞത് യേശുക്രിസ്തുവിന്റെ ജഡം മാത്രമാണ്. അത് സംസ്കരിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹത്തിലുണ്ടായിരുന്ന ദിവ്യാത്മാവ് ഉയർത്തപ്പെടുകയാണുണ്ടായത്. വേറൊരു പക്ഷം മരണശേഷം ജഡത്തോടുകൂടി ജീവിക്കുകയും ജഡത്തോടെ ഉയർത്തപ്പെടുകയും ചെയ്തു എന്ന് പറയുന്നു. യാഥാർത്ഥ്യം ക്രൈസ്തവർക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ ഇത്രമേൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ അവരിൽ പ്രസിദ്ധമാവുകയില്ലായിരുന്നുവെന്ന് വ്യക്തമാണല്ലോ. ബൽ റഫഅഹു അല്ലാഹു ഇലൈഹി വകാന അല്ലാഹു അസീസൻ ഹകീമാ. പ്രത്യുത അദ്ദേഹത്തെ അല്ലാഹു അവങ്കലേക്ക് ഉയർത്തിയതാകുന്നു. അല്ലാഹുവോ അജയ്യശക്തനും അഭിജ്ഞനുമല്ലോ. ഈസാ മസീഹിന്റെ അന്ത്യം സംബന്ധിച്ച യാഥാർത്ഥ്യമാണ് അല്ലാഹു ഇവിടെ വിവരിക്കുന്നത്. ഖണ്ഡിതമായും വ്യക്തമായും പറഞ്ഞിട്ടുള്ളത് ഇത്രമാത്രമാണ്: മസീഹിനെ വധിക്കാനുള്ള ശ്രമത്തിൽ യഹൂദികൾ വിജയിച്ചില്ല. അല്ലാഹു അദ്ദേഹത്തെ അവങ്കലേക്ക് ഉയർത്തി. എന്നാൽ എങ്ങനെ ഉയർത്തി? ഇതേപ്പറ്റി വിശദീകരണമൊന്നും ഖുർആൻ നൽകുന്നില്ല. ജഡത്തോടെ ആകാശത്തേക്കുയർത്തിയെന്ന വിശ്വാസത്തിന് പ്രാബല്യം നൽകുകയാണ് ഖുർആൻ ചെയ്തത്. സാധാരണ മരണമാണ് ഉദ്ദേശ്യമെങ്കിൽ മൗത്ത് എന്ന വ്യക്തമായ പദം ഉപേക്ഷിച്ചുകൊണ്ട് ദ്വയാർത്ഥ സാധ്യതയുള്ള വഫാത്ത് എന്ന പദം പ്രയോഗിക്കേണ്ടിയിരുന്നില്ല. ജഡത്തോടുകൂടിയ ഉയർത്തൽ വിശ്വാസം നിലവിലിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ വിശേഷിച്ചും. അങ്ങനെ യേശുവിന്റെ ദിവ്യത്വ വിശ്വാസത്തിന് കാരണമായി തീർന്ന ഉയർത്തൽ ധാരണയെ പറ്റി നിഷേധിക്കേണ്ടിയിരുന്നു. അന്ത്യനാളിന് മുമ്പ് ഈസാ നബി വീണ്ടും ഭൂമിയിൽ വരുമെന്നും ദജ്ജാലിനെ നശിപ്പിക്കുമെന്നും വ്യക്തമാക്കുന്ന ധാരാളം നബിവചനങ്ങളുണ്ട്. അവ അദ്ദേഹത്തെ ജഡത്തോടെയാണ് ഉയർത്തിയതെന്ന വിശ്വാസത്തിന് ആക്കം കൂട്ടുന്നു. ഈസായുടെ പുനരാഗമനം അവയിൽ ഖണ്ഡിതമായി തെളിയുന്നു. അദ്ദേഹം മരണമടഞ്ഞ ശേഷം രണ്ടാമതും ഭൂമിയിലേക്ക് വരുന്നതോ ദൈവത്തിന്റെ പ്രപഞ്ചത്തിൽ എവിടെയെങ്കിലും ജീവനോടെ ഇരുന്ന് വീണ്ടും മടങ്ങി വരുന്നതോ ഏതാണ് കൂടുതൽ യുക്തമെന്ന് ഓരോരുത്തർക്കും സ്വയം ഗ്രഹിക്കാവുന്നതാണ്. وَإِن مِّنْ أَهْلِ الْكِتَابِ إِلَّا لَيُؤْمِنَنَّ بِهِ قَبْلَ مَوْتِهِ وَيَوْمَ الْقِيَامَةِ يَكُونُ عَلَيْهِمْ شَهِيدًا. വേദവിശ്വാസികളിലാരും തന്നെ അദ്ദേഹത്തിന്റെ മരണത്തിനു മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാതെ ഉണ്ടാവുകയില്ല. പുനരുത്ഥാന നാളിൽ അദ്ദേഹം അവർക്ക് സാക്ഷിയാകും. ഈ വാക്യത്തിന് രണ്ടർത്ഥം കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടിനും സാധ്യതയുള്ള തരത്തിലാണ് വാചക ഘടന. ഒന്ന് നാം തർജ്ജമയിൽ സ്വീകരിച്ചതു തന്നെ. മറ്റൊരർത്ഥം ഇങ്ങനെയാണ്: വേദവിശ്വാസികളിൽ ആരും തന്നെ തന്റെ മരണത്തിനു മുമ്പ് അദ്ദേഹത്തിൽ വിശ്വസിക്കാത്തവരായി ഉണ്ടാവുകയില്ല. വേദവിശ്വാസികളെന്നാൽ യഹൂദികളാണ് ഉദ്ദേശ്യം. ക്രിസ്ത്യാനികളും കൂടി ഉദ്ദേശ്യമാവാം. ആദ്യത്തെ അർത്ഥപ്രകാരം ഇതായിരിക്കും താൽപര്യം: മസീഹിന്റെ മരണം സംഭവിക്കുന്ന കാലത്തുണ്ടാവുന്ന എല്ലാ വേദക്കാരും അദ്ദേഹത്തിൽ അഥവാ അദ്ദേഹത്തിന്റെ ദൗത്യത്തിൽ വിശ്വസിക്കുന്നവരായി തീരും. രണ്ടാമത്തെ അർത്ഥപ്രകാരം താൽപര്യം ഇങ്ങനെയാകുന്നു: വേദക്കാരായ എല്ലാവർക്കും തങ്ങൾ മരണപ്പെടുന്നതിന് തൊട്ടുമുമ്പ് മസീഹ് ദൈവദൂതനാണെന്ന യാഥാർത്ഥ്യം വെളിപ്പെടുന്നതും അവരദ്ദേഹത്തിൽ വിശ്വസിക്കുന്നതുമായിരിക്കും. പക്ഷേ വിശ്വാസം ഫലം ചെയ്യാത്ത ഒരവസരമാണത്. സ്വഹാബത്ത്, താബിഈകൾ, പ്രമുഖ ഖുർആൻ വ്യാഖ്യാതാക്കൾ എന്നിവരിൽ നിന്ന് പ്രസ്തുത രണ്ടർത്ഥങ്ങളും ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ശരിയായ വിവക്ഷ
അല്ലാഹുവിനെ അറിയൂ. തന്നോടും തന്റെ ദൗത്യത്തോടും ജൂതന്മാരും ക്രൈസ്തവരും കൈക്കൊണ്ട നയത്തെപ്പറ്റി ഈസാ നബി അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷിയായിരിക്കുമെന്ന് സാരം. ഇതു സംബന്ധിച്ച കൂടുതൽ വിശദീകരണം സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് വരുന്നുണ്ട്. فبظلم من الذين هادوا حرمنا عليهم طيبات أحلت لهم وبصدهم عن سبيل الله كثيرا. ആകയാൽ ജൂതജനത്തിന്റെ ഇത്തരം ധിക്കാര ചെയ്തി നിമിത്തവും അവർ ദൈവിക മാർഗത്തിൽ ധാരാളം തടസ്സങ്ങളുണ്ടാക്കിക്കൊണ്ടിരുന്നതിനാലും നേരത്തെ അനുവദിക്കപ്പെട്ട പല നല്ല വസ്തുക്കളും നാം അവർക്ക് നിരോധിച്ചു. സത്യമാർഗത്തിൽ സ്വയം വ്യതിചലിക്കുക മാത്രമല്ല, ദേവദാസന്മാരെ വ്യതിചലിപ്പിക്കാൻ ആവത് ശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ജൂതന്മാർ. ദൈവധിക്കാരപരമായ പ്രസ്ഥാനങ്ങളുടെ പിന്നിൽ പലപ്പോഴും ജൂതമസ്തിഷ്കവും ജൂതന്മാരുടെ സമ്പത്തും പ്രവർത്തിക്കുന്നതായി കാണാം. ജനങ്ങളെ ദൈവിക പാന്താവിലേക്ക് ക്ഷണിക്കാനായി ഉടലെടുത്ത ഏതൊരു പ്രസ്ഥാനത്തിന്റെ മുമ്പിലും പ്രതിബന്ധങ്ങൾ വലിച്ചിടുന്നതിൽ എക്കാലത്തും മുൻപന്തിയിൽ നിന്നിട്ടുള്ളതും അവരത്രേ. ഈ ദ്രോഹികളാവട്ടെ ദൈവിക ഗ്രന്ഥത്തിന്റെ വാഹകരെന്നും പ്രവാചകന്മാരുടെ അനന്തരവന്മാരെന്നും സ്വയം അഭിമാനിക്കുകയും ചെയ്യുന്നു. ദൈവധിക്കാരത്തിൽ അധിഷ്ഠിതമായ കമ്മ്യൂണിസമത്രേ അവരുടെ നൂതന പാപം. ജൂതമസ്തിഷ്കത്തിന്റെ സൃഷ്ടിയും ജൂത നേതൃത്വത്തിൽ വളർത്തപ്പെട്ടതുമാണത്. കലർപ്പില്ലാത്ത നിരീശ്വരത്വത്തിലും പരസ്യമായ ദൈവവിരോധത്തിലും ദൈവവിശ്വാസത്തെ ഉന്മൂലനം ചെയ്യാനുള്ള ദൃഢനിശ്ചയത്തിലും അധിഷ്ഠിതമായ ജീവിത വ്യവസ്ഥയുണ്ടല്ലോ, അതിന്റെ ജനയിതാവും ആചാര്യനുമായി തീരാനുള്ള ദുര്യോഗം ലഭിച്ചത് മൂസാ നബിയുടെ പേരിലുള്ള ഒരു സമുദായത്തിലെ വ്യക്തിക്കാണ്. ആ നാമമാത്ര വേദക്കാരുടെ വിധിയിൽ ഇങ്ങനെയൊരു പാതകവും മുദ്രിതമായെന്നർത്ഥം. കമ്മ്യൂണിസത്തെ കഴിച്ചാൽ ആധുനിക യുഗത്തിൽ സന്മാർഗഭ്രംശത്തിന്റെ മറ്റൊരു നെടുംതൂൺ ഫ്രോയിഡിന്റെ തത്വശാസ്ത്രമത്രേ. ഇദ്ദേഹവും ഇസ്രായേൽ സമുദായത്തിലെ ഒരു അംഗമാണെന്നത് വിചിത്രമായ വിധിവൈപരീത്യം തന്നെ. وأخذهم الربا وقد نهوا عنه وأكلهم أموال الناس بالباطل وأعتدنا للكافرين منهم عذابا أليما. ഇതോടൊപ്പം അവർ നിരോധിക്കപ്പെട്ട പലിശ സ്വീകരിക്കുകയും ആളുകളുടെ മുതൽ അന്യായമായി തിന്നുകയും ചെയ്യുന്നു. ആ കൂട്ടത്തിൽ ഈ വിധം സത്യനിഷേധികളായവർക്കു വേണ്ടി വേദനയേറിയ ശിക്ഷയും നാം ഒരുക്കിവെച്ചിട്ടുണ്ട്. നഖമുള്ള എല്ലാ മൃഗങ്ങളും ആടുമാടുകളുടെ കൊഴുപ്പും ഇസ്രായേല്യർക്ക് നിരോധിക്കപ്പെടുകയുണ്ടായി. കൂടാതെ ജൂതന്മാരുടെ കർമ്മശാസ്ത്രത്തിൽ കാണുന്ന തീവ്രമായ നിബന്ധനകൾ കൂടി ഇവിടെ സൂചിപ്പിക്കപ്പെട്ടിരിക്കണം. ഒരു ജനവിഭാഗത്തിന് തങ്ങളുടെ ജീവിതമണ്ഡലം ഹ്രസ്വമാക്കപ്പെടുന്നത് വാസ്തവത്തിൽ അവർക്ക് ഒരു തരം ശിക്ഷ തന്നെയാണ്. പലിശ നിരോധിച്ചുകൊണ്ടുള്ള ഈ വിധി തൗറാത്തിൽ അസന്നിഗ്ധമായ ഭാഷയിൽ വന്നിട്ടുണ്ട്. പുറപ്പാട് 22 25 മുതൽ 27 വരെയുള്ള വചനങ്ങളിൽ ഇങ്ങനെ കാണാം: എന്റെ ജനത്തിൽ നിന്റെ അടുക്കലുള്ള ഒരു ദരിദ്രന് പണം വായ്പ കൊടുത്താൽ പലിശയ്ക്ക് കടം കൊടുക്കുന്നവനെ പോലെ പെരുമാറരുത്. അവനോട് പലിശ വാങ്ങുകയും അരുത്. നീ കൂട്ടുകാരന്റെ വസ്ത്രം പണയം വാങ്ങിയാൽ സൂര്യൻ അസ്തമിക്കും മുമ്പേ മടക്കി കൊടുക്കണം. അതുമാത്രമല്ലോ അവന്റെ പുതപ്പ്, അതുമാത്രമല്ലോ അവന്റെ ശരീരം മൂടുന്ന വസ്ത്രം. അവൻ പിന്നെ എന്തൊന്ന് പുതച്ചു കിടക്കും? അവൻ എന്നോട് നിലവിളിക്കുമ്പോൾ ഞാൻ കേൾക്കും. ഞാൻ കൃപയുള്ളവനല്ലോ. ഇതുകൂടാതെ തൗറാത്തിൽ മറ്റനേകം സ്ഥലങ്ങളിലും പലിശ നിരോധം വന്നിട്ടുണ്ട്. ഇതൊക്കെയുണ്ടായിട്ടും തൗറാത്തിൽ വിശ്വസിക്കുന്ന ജൂതന്മാരാണിന്ന് ലോകത്ത് ഏറ്റവും വലിയ പലിശക്കാർ. ഹൃദയ കാഠിന്യത്തിനും സങ്കുചിത മനസ്സിനും ഏറ്റവും വലിയ ഉദാഹരണമാണവർ. സത്യനിഷേധികളായ ആളുകൾക്ക് വേദനാജനകമായ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ട് എന്ന വാക്കിലൂടെ ഇസ്രായേലിലെ വഴിപിഴച്ച ജനങ്ങൾക്ക് അല്ലാഹു ഇരു ലോകത്തും വേദനാജനകമായ ശിക്ഷ ഒരുക്കിവെച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം ഉണർത്തിയിരിക്കുന്നു. ഇഹലോകത്ത് അവർക്ക് ലഭിച്ചതും ലഭിച്ചുകൊണ്ടിരിക്കുന്നതുമായ പാഠം പഠിപ്പിക്കുന്ന ശിക്ഷ മറ്റൊരു ജനതയ്ക്കും ഇതുവരെ ലഭിച്ചിട്ടില്ല. 2000 വർഷമായി ഭൂമുഖത്തെവിടെയും അഭിമാനകരമായ ഒരഭയകേന്ദ്രം അവർക്ക് ലഭിച്ചിട്ടില്ല. അവർ ലോകത്തെങ്ങും ഛിന്നഭിന്നമാക്കപ്പെട്ടു. എല്ലായിടത്തും പരദേശികളുമായി. ലോകത്തെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അവർ നിന്ദ്യരായി ചവിട്ടിമെതിക്കപ്പെടാത്ത ഒരു കാലഘട്ടം കഴിഞ്ഞുപോയിട്ടില്ല. ഏറ്റവും വലിയ സമ്പന്ന സമുദായമായിരുന്നിട്ടും അവർ ഒരിടത്തും ആദരവോടെ വീക്ഷിക്കപ്പെട്ടില്ല. ലോകത്ത് സമുദായങ്ങൾ ജനിക്കുകയും നശിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഈ സമുദായം തീരെ നശിക്കുന്നുമില്ലെന്നുള്ളതാണ് വലിയൊരു ശാപം. നരകശിക്ഷ അനുഭവിക്കുന്നവനെപ്പറ്റി അതിലവൻ മരിക്കുന്നതുമല്ല,
ജീവിക്കുന്നതുമല്ല എന്ന് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ലോക ജനതതികൾക്ക് ഒരു സജീവ പാഠമാണ് ഇസ്രായേൽ ജനത. ദൈവഗ്രന്ഥം കക്ഷത്തിലിറുക്കി ദൈവത്തിനെതിരായി ധിക്കാരപരമായ ധാർഷ്ട്യം കാണിക്കുന്നവരുടെ പരിണാമം എന്തായിരിക്കുമെന്ന് അവരുടെ അനുഭവം കാട്ടിത്തരുന്നു. അങ്ങനെ ജീവിതവും മരണവുമല്ലാത്ത ഒരവസ്ഥ അവർ തരണം ചെയ്യുകയാണ്. പരലോകത്താകട്ടെ കൂടുതൽ വേദനാജനകമായ ശിക്ഷയായിരിക്കും അവരനുഭവിക്കുക. ഫലസ്തീനിൽ ഒരു ഇസ്രായേൽ രാഷ്ട്രം സ്ഥാപിതമായത് ഇവിടെ ചില സംശയങ്ങൾ സൃഷ്ടിച്ചേക്കാം. ആലു ഇമ്രാൻ 112 സൂക്തത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇതിന് വിശദീകരണമുണ്ട്.